90കളിലേക്കൊക്കെ പിന്നോട്ട് പോയ ഒരു ഫീലാട്ടോ എനിക്കിന്ന് തോന്നുന്നത്. അപ്പോൾ എത്ര പേര് ഇതുപോലെ ട്രൈ ചെയ്തവരുണ്ട്, ഇത് മിസ്സ് ചെയ്യുന്നവരുണ്ട്? നിങ്ങളിൽ ആരെങ്കിലും മിസ്സ് ചെയ്തവരോ അല്ലെങ്കിൽ ഈ അടുത്ത് ഇതുപോലെ ട്രൈ ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒന്ന് തനി നാടൻ രീതിയിലുള്ള ഒരു ഉച്ചയുണ്ട റെസിപ്പിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ പയറൊക്കെ അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കോവക്ക കഴുകി വൃത്തിയാക്കിയത് നീളത്തിൽ ഞാൻ മുറിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കോവക്ക വറവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ നൈസായിട്ട് ഇങ്ങനെ ഒന്ന് നീളത്തിൽ ഇതാക്കിയിടുക. പിന്നെ അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് ഇത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ചേർത്തിട്ടൊന്ന് മസാല പുരട്ടി വെച്ചിട്ട് മാറ്റി വെച്ചാണ്. പിന്നെ അടുത്തത് നമ്മളുടെ പയറുപ്പേരിക്ക് വേണ്ടിയിട്ടുള്ള മുളകും ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടിയിട്ടൊന്ന് കുത്തി തയ്യാറാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഞാൻ ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അപ്പുറത്ത് വേറെ പാനും വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ള കടുക് ആദ്യം പൊട്ടിച്ചു കൊടുക്കുക. അതിലോട്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഈ ഉള്ളി മുളക് കൂട്ടും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് വെളിച്ചെണ്ണ ചൂടായപ്പോൾ നമ്മൾ മിളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വറുത്തെടുക്കുക. ഇനി നമുക്ക് ചമ്മന്തി തയ്യാറാക്കാൻ കേട്ടോ. അപ്പോൾ വേണ്ടിയിട്ടാണ് നമ്മൾ മിളക് വറുത്തിട്ടുള്ളത്. പിന്നെ ഈ അതേ ചട്ടിയിലോട്ട് തന്നെ നമ്മളിത് ചൂടായപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളുടെ ഈ കോവക്ക ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊന്ന് വറുത്ത് മാറ്റാം. അപ്പോൾ ഇപ്പുറത്ത് ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള പയർ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ചിട്ട് തീ കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുത്ത് മാറ്റിയേക്കാം. അപ്പോൾ ഇനി നമുക്ക് ചമ്മന്തി തയ്യാറാക്കാൻ നോക്കാട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മുളക് വറുത്തെടുത്തിട്ടുണ്ട്. അതിലോട്ട് കല്ലുപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്, ഒതുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള പുളി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എരിവും പുളിയും നിങ്ങളുടെ പാകത്തിന് നിങ്ങൾ തേങ്ങ എടുക്കുന്ന അനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ എല്ലാതും കൂടിയിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ട് അത് ഒരുപാട് അരയേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഒതുക്കി കൊടുത്താൽ മതി. ഇനി പാകത്തിനുള്ള തേങ്ങയും ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഒട്ടും വെള്ളമൊന്നും ചേർക്കണ്ട. ഇത് അരച്ചെടുത്തിട്ട് നമുക്ക് ഇന്ന് വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഊണ് തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു പക്ക നാടൻ രീതിയിലുള്ള ഒരു ഊണാണ്. അപ്പം നമ്മളുടെ ചമ്മന്തിയൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളുടെ കോവക്ക ഇവിടെ തയ്യാറായി കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് തയ്യാറായപ്പോൾ ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തു. അതേ പാനിൽ തന്നെ ഞാനിവിടെ ഉണക്കമീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഉണക്ക മാന്തലാണ്. അപ്പോൾ അത് കൂടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പുറത്ത് നമ്മളുടെ പയറിൻ്റെ മെഴുക്ക് പുരട്ടി, അതായത് ഉപ്പേരി തയ്യാറായിട്ടുണ്ട്. അത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം കൊണ്ട് ഓഫാക്കി കൊടുക്കാം. ഇനി നമ്മൾക്ക് ഊണ് കഴിക്കാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അമ്മിക്കലയിൽ ഇട്ട് വെച്ചുള്ള ചോറ് നമ്മൾ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ടല്ലോ, അത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പയറിൻ്റെ ഉപ്പേരിയും കോവക്ക വറവും പിന്നെ ചമ്മന്തി, പിന്നെ നമ്മളുടെ ഉണക്കമീൻ, പിന്നെ നമുക്ക് കുറച്ച് തൈര് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മുന്നേ ഉപ്പിലിട്ട് വെച്ചിട്ടുള്ള മാങ്ങ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി കൊടുക്കാം. തൈരും കൂടി ചേർത്തിട്ട് എല്ലാതും കൂട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് ഇന്ന് നമുക്ക് കഴിച്ചാലോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോസിനായിട്ട് കമൻറ്റ്